ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് വഖഫ്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയ ഭൂമി വഖഫ് ഭൂമിയാണോ, ഇല്ലെങ്കിൽ ഇത് വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. നമ്മൾ ഇത് തൊട്ടു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ വഖഫ് വിഷയം സജീവമായി ചർച്ച ചെയ്യാനുണ്ടായ കാരണം മുനമ്പം ഭൂമി വിഷയമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി മുനമ്പം ഭൂമി വിഷയം എന്താണെന്ന് നോക്കാം. ഈ മുനമ്പത്തെ വിവാദ ഭൂമി പണ്ട് ഗുജറാത്തിൽ നിന്നെത്തിയ മുസ്ലിം കുടുംബത്തിലെ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിൻ്റെതായിരുന്നു. 404 ഏക്കറോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ പകുതിയോളം കടലെടുത്ത് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് അനന്തരാവകാശിയായ സിദ്ദിഖ് സേട്ട് 1950 ഫറൂഖ് കോളേജിന് ഇഷ്ടദാനം നൽകി എന്നാണ് പറയുന്നത്. അവരാണ് പിന്നീട് ഈ 610 കുടുംബങ്ങൾക്കായി ഇത് വിൽക്കുന്നത്. പക്ഷേ ഈ പ്രമാണത്തിൽ ഇവിടെ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് ഇത് അവരുടെ ഭൂമിയാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതൊരു മതപരമായ വിഷയമായി കാണുകയേ വേണ്ട. കാരണം ഇത് എറണാകുളം മുനമ്പത്ത് വരുമ്പോൾ മറ്റ് സമുദായങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കാം അവിടെ താമസിക്കുന്നത്. വയനാട്ടിലേക്ക് ചെല്ലുമ്പം ഇപ്പോൾ മാനന്തവാടിയിൽ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത് 4 മുസ്ലിം കുടുംബങ്ങൾക്കാണ്. ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഒരുപാട് കേസുകൾ ആ സമുദായത്തിലുള്ളവരാണ് നൽകിയിരിക്കുന്നത്, ഭൂമി സംബന്ധമായ കേസുകൾ. ഒരു കുടുംബം അവരുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും എടുത്ത് ഒരു വസ്തു വാങ്ങി വീട് വെച്ച് അവിടെ താമസിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാൾ വന്ന് പറയുകയാണ്, ഇത് എൻ്റെ ഭൂമിയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മനുഷ്യത്വവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇതൊരു മനുഷ്യാവകാശ വിഷയമായി കണ്ടുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്. എന്താണ് വഖഫ്? ഇസ്ലാം മതവിശ്വാസപ്രകാരം ഒരു വ്യക്തി തൻ്റെ പക്കലുള്ള മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും അങ്ങനെയുള്ള വസ്തുക്കൾ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വസ്തുവകകൾ, കെട്ടിടങ്ങൾ, അത് മതപരമായ കാര്യങ്ങൾക്കോ റിലീജിയസ് പർപ്പസ് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ പയസ് ഭക്തിപരമായ കാര്യങ്ങൾക്കോ ആയി സ്ഥിരമായി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. പിന്നീട് ഈ വ്യക്തിക്ക് ഇതിൽ യാതൊരു വിധമായ അവകാശങ്ങളും ഉള്ളതല്ല. ഇത് പിന്നീട് വഖഫിന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. പിന്നീട് ഇത് കൺട്രോൾ ചെയ്യുന്ന ആളിനെ പറയുന്നത് മുത്തവല്ലി എന്നാണ്. വഖഫ് ബോർഡുകൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസാണ്, വസ്തുവകകളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂ ഉടമകളാണ് വഖഫ് ബോർഡുകൾ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ 3ാമത് വഖഫ് ബോർഡുകളാണ് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് സൈറ്റിൽ പറഞ്ഞ കണക്കനുസരിച്ച് 9.4 ലക്ഷം ഏക്കറുകളിലായി 8.7 ലക്ഷം പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാല്യൂ ആയി പറഞ്ഞിരിക്കുന്നത് 1.2 ലക്ഷം കോടി രൂപയാണ്. വഖഫ് എന്ന ആശയം രൂപം കൊള്ളുന്നത് 13ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ ഡൽഹി ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജവംശമായ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ 1913 ഇതിനൊരു നിയമനിർമ്മാണം നടത്തുകയും 1923 മുസൽമാൻ വഖഫ് ആക്ട് നിലവിൽ വരികയും ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1954 വഖഫ് ആക്ട് നിലവിൽ വരികയും 1964 മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രൂപം കൊള്ളുകയും അതിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകൾ രൂപീകരിക്കുകയും ചെയ്യുകയായിരുന്നു. നിലവിൽ 32 വഖഫ് ബോർഡുകളാണ് ഉള്ളത്. ഇപ്പോൾ നിലവിലെ വഖഫ് ആക്ട് പാസ്സാക്കിയത് 1995 ഇതിൽ കൂടുതൽ അധികാരങ്ങൾ വഖഫ് ബോർഡുകൾക്ക് നൽകുകയും വഖഫ് പ്രോപ്പർട്ടികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലേക്കായി
വഖഫ് ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതും ഈ 95-ലാണ്. കേരളത്തിൽ ഒരു ഒറ്റ വഖഫ് കോടതിയാണുള്ളത്. അത് കോഴിക്കോടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വഖഫ് ഭൂമി സംബന്ധിച്ചുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് മുസ്ലിം മെമ്പർമാരാണ്. മറ്റ് മതസ്ഥർ കുറവാണ്. കേരളത്തിലെ വഖഫ് ഭൂമികളുടെ എണ്ണം 53,290 അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 21,537. രണ്ടാമത് ഇടുക്കി, പിന്നീട് അങ്ങോട്ട് ബാക്കി മറ്റ് ജില്ലകൾ. വഖഫ് ഭൂമികളുടെ ഏരിയ അറിയാനായി കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് എന്ന സൈറ്റിൽ സെർച്ച് ചെയ്താൽ മതി. രണ്ട് സൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ ഈ താഴെയായി കാണുന്ന വാംസി ഓൺലൈൻ ഡാറ്റ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓപ്പണായി വരുന്ന സൈറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ വഖഫ് അസറ്റ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയാണ്, മൊത്തത്തിലുള്ളതാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ സ്റ്റേറ്റ് വൈസ് പ്രത്യേകമുണ്ട്. കാരണം ഇവിടെ 15ാമതാണ് കേരള. ഇവിടെ വന്നിട്ട് കറണ്ട് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ കണ്ട ഈ ഡിസ്ട്രിക്റ്റ് ഇത് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 14 ജില്ലകളുടെ ഡീറ്റെയിൽസ് അതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ സബ് ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊല്ലമാണ് കൊടുത്തത്. കൊല്ലത്തിൻ്റെ അവിടെ കൊട്ടാരക്കര അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസിൽ കിടപ്പുണ്ട്. അവിടെ കിട്ടിയിട്ട് ഈ ഡീറ്റെയിൽ ഇവിടെ മൊത്തത്തിലുണ്ട്. ആൾ ഏരിയ ഉണ്ട്, റൂറലുണ്ട്, അർബൻ ഏരിയ ഉണ്ട്. അത് ഏതാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറാം. നാളെ കിട്ടും, ആ ഡീറ്റെയിൽസ് കിട്ടും. 1995 വഖഫ് ആക്റ്റിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 2024 ഓഗസ്റ്റ് 8 ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് ഭേദഗതി ബിൽ 2024. പിന്നീട് ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് റെഫർ ചെയ്യുകയും അവിടെ പ്രതിപക്ഷം ഈ അമെൻമെന്റിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ബില്ല് ഇനിയും വരാൻ പോകുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കും എന്നാണ് വാർത്തകൾ വരുന്നത്. ഈ ബില്ലിലെ പ്രധാന ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ സെൻട്രൽ വഖഫ് കൗൺസിലിലും സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളിലും എല്ലാ അംഗങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ അമെൻമെന്റ് പ്രകാരം സെൻട്രൽ വഖഫ് കൗൺസിലിൽ 2 അംഗങ്ങൾ മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്താം. സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളിൽ നിലവിൽ MP-മാരും MLA-മാരും ബാർ കൗൺസിൽ അംഗങ്ങളുമാണ്. അവരെല്ലാവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ അമെൻമെന്റ് പ്രകാരം ഒരംഗത്തിന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം അത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ ആവണമെന്നില്ല. പിന്നൊരു പ്രധാന ഭേദഗതി, ഇപ്പം വഖഫ് എന്ന് തിരിച്ചറിയുന്ന ഏതൊരു സർക്കാർ സ്വത്തിൻ്റെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കളക്ടർക്ക് തീരുമാനമെടുക്കാം. ഇതാണ്. പിന്നെ മറ്റൊരു അമെൻമെന്റ്, നിലവിൽ വഖഫ് സർവേ നടത്താനുള്ള അധികാരം സർവേ കമ്മീഷണർമാർക്കാണ്. ഈ ബില്ലിൽ സർവേ നടത്താൻ അധികാരം കളക്ടർമാർക്ക് നൽകുന്നു. പിന്നെ ഒരു സ്വത്ത് വഖഫാണോ എന്ന് നിർണ്ണയിക്കാനുള്ള അധികാരം ഇപ്പോൾ വഖഫ് ബോർഡുകൾക്കാണ്. ഈ ബില്ലിൽ ആ വ്യവസ്ഥ എടുത്തു കളയുന്നു. പിന്നെ ഒരു ഭേദഗതി പറയുന്നത് കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതിന്റെ സാങ്കത്യം എന്താണെന്ന് അറിയില്ല. ഈ ഭേദഗതി ബില്ലാണ് ഈ പാർലമെന്റ് ഈ വരാൻ പോകുന്ന സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വഖഫ് വിഷയം എന്ന് പറയുന്നത് മുനമ്പം വിഷയമാണ്. സമാനമായ വിഷയങ്ങൾ വയനാട്ടിലുണ്ട്, കേരളത്തിൽ പലയിടത്തുമുണ്ട്. വഖഫ് ഭൂമി സംബന്ധിച്ച വിഷയങ്ങൾ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നിലവിൽ അങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നതായി കണ്ടിട്ടില്ല. എറണാകുളം മുതൽ അങ്ങോട്ട് മലബാർ മേഖലയിലാണ് ഈ ഒരു വിഷയം ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നത്. മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയത് 610 കുടുംബങ്ങളാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. അവർക്ക് 1989 മുതൽ നിയമപരമായി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. 2019 വഖഫ് ബോർഡ് അത് അവരുടെ ഭൂമിയാണ് എന്ന് പറയുന്നത്. അന്ന് മുതൽ തുടങ്ങിയ വിഷയമാണിത്. ഇപ്പോൾ ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉന്നതതല യോഗം ഇതിന്റെ പരിഹാരത്തിനായി ഒരു ജുഡീഷ്യൽ കമ്മീഷന് നിയമിച്ചിട്ടുണ്ട്. അതിന്റെ കാലാവധി 3 മാസമാണ്. മുനമ്പം സമരസമിതി ഇതിനെതിരാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുപോലുള്ള ജുഡീഷ്യൽ കമ്മീഷനുകളൊക്കെ ഒരുപാട് മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പലതും സമയബന്ധിതമായി തീർന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഒരു റിപ്പോർട്ട് നൽകിയാൽ അത് സെക്രട്ടേറിയറ്റിൽ എവിടെയെങ്കിലും പൊടിപിടിച്ച് കിടക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ.
നമ്മൾ ഡിജിറ്റലൈസേഷനെ കുറിച്ചും കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കും. സർക്കാർ സേവനങ്ങൾ ഒറ്റ ക്ലിക്കിൽ എന്നുള്ള പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഒറ്റ ക്ലിക്കിൽ നടക്കുന്ന കാര്യം ഒന്നുണ്ട്. ജനങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് ഒറ്റ ക്ലിക്കിൽ അങ്ങോട്ട് കൊടുത്തോണം, ഇല്ലെങ്കിൽ ഫൈനാവും, മറ്റ് നടപടികളാവും. പക്ഷെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരുപാട് ക്ലിക്കുകൾ വേണ്ടി വരും. അതാണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ. സർക്കാർ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ ഒരു ഡയലോഗുണ്ട്, സർക്കാർ കാര്യം മുറ പോലെ. അപ്പം പിന്നെ എല്ലാം മുറ പോലെയായി. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം മുറ പോലെയാവും. എന്തെങ്കിലും ഒരു പണി ചെയ്യുക, ഇനിയിപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിലും സർക്കാർ ഓഫീസിന് മുമ്പിലും ഒക്കെ അങ്ങനെ ഒരു ബോർഡ് കൂടി എഴുതി വെക്കുക, സർക്കാർ കാര്യം മുറ പോലെ. എന്തായാലും സമയബന്ധിതമായി ഒരു പരിഹാരം കാണേണ്ട വിഷയമാണ് വനംബം വിഷയം. ഇല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ മറ്റൊരു വിഷയമായി പരിണമിക്കും. അതിൻ്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ മത സാമുദായിക നേതൃത്വത്തിൻ്റെ വീഴ്ച തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. പിന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയുടെയൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് വല്ലാത്ത കിതപ്പിലും തളർച്ചയിലുമാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതിൻ്റെ വളർച്ചയെ വീണ്ടും മുരടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനേക്കുള്ള അടിയന്തരമായൊരു പരിഹാരം കാണേണ്ടത് ഗവൺമെൻറ്റാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, നമ്മുടെ ഇടയിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന നമ്മുടെ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പഴയ ബ്രിട്ടീഷുകാരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു ഇന്ത്യക്കാരനായി, നല്ലൊരു കേരളീയനായി, നല്ലൊരു മലയാളിയായി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, നന്മ ചെയ്യുക, അവരുടെ ന്യായമായ കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക. അവസാനമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ദൈവ സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക, ബഹുമാനിക്കുക, ഉള്ളവൻ ഇല്ലാത്തവന് നൽകുക, അവനാൽ കഴിയുന്നത്. അതല്ലാതെ മറ്റൊരു തത്വങ്ങളും ഇല്ലല്ലോ. ഇവിടെ മുനമ്പത്തായാലും വയനാട്ടിലായാലും മറ്റെവിടെയായാലും അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, ന്യായമായി അവർക്ക് അവകാശപ്പെട്ടത്. അവിടെയാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത്. അപ്പോൾ ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഉടനടി അതിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്. അല്ലാതെ ഈ മുറിവ് വീണ്ടും വീണ്ടും ആദ്യം ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.